നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നലെ ചെയ്തതിന്റെ ബാക്കി വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ഇന്നലെ നമ്മൾ നോക്കിയത് 10th പ്രിലിംസിന്റെ കറണ്ട് അഫയേഴ്സിലാണ്. മിക്സഡ് കറണ്ട് 2023ലെയും 2024ലെയും മിക്സഡ് കറണ്ട് അഫയേഴ്സ് നമ്മൾ കുറച്ച് നാളായിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അതൊരു പ്ലേലിസ്റ്റ് ആയിട്ട് ഇടാം. മന്ത്ലി കറണ്ട് അഫയേഴ്സ് 2024ലെ മന്ത്ലി കറണ്ട് അഫയേഴ്സും പ്ലേലിസ്റ്റ് ആയിട്ട് ഇടുന്നുണ്ട്. അല്ലാണ്ട് നമ്മളിപ്പോ മിക്സഡ് കറണ്ട് അഫയേഴ്സും ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് ഇടുന്നുണ്ട്. അപ്പൊ ഇത് 10th പ്രിലിംസിന് കറണ്ട് അഫയേഴ്സ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ മുന്നേയുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ 2023ലെയും 2024ലെയും നന്നായിട്ട് തന്നെ നോക്കിയിട്ട് പോവുക. ഇതിൽ എന്താ വേദികള്, ഇൻഡെക്സ്, അപ്പോയിന്റ്മെന്റ്സ്, മാത്രമല്ല ഡേയ്സ്, ദിനങ്ങളും പ്രമേയങ്ങളും അതൊന്നും പറഞ്ഞിട്ടില്ല. മാത്രമല്ല സ്പോർട്സ് വേദികൾ അങ്ങനത്തെ ഉള്ളതൊന്നും പറഞ്ഞിട്ടില്ല. കാരണം അതെല്ലാം നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾ അത് ചെയ്യുമ്പോൾ, അത് പഠിക്കുമ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കുക. ഒളിമ്പിക്സ് ആണെങ്കിൽ അത് കൃത്യമായിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. അല്ലാതെ ഇങ്ങനത്തെ ഇടയിൽ കയറി പഠിക്കുന്നതിനേക്കാളും ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുന്നത് തന്നെയാണ് നല്ലത്. സോ അതുകൊണ്ട് ടോപ്പിക് വൈസ് ആയിട്ടുള്ളത് നിങ്ങൾ ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ നോക്കുക. അതെല്ലാം നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. എല്ലാ ടോപ്പിക് കറണ്ട് അഫയേഴ്സും അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ അത് നോക്കി തന്നെ പഠിക്കുക. അല്ലാണ്ട് ഇതിലൊന്നും വിടാത്ത കുറച്ച് പദ്ധതികളും സർക്കാർ പദ്ധതികൾ അല്ലാതെ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അല്ലാതെ തന്നെ കുറച്ച് പദ്ധതികൾ എക്സ്ട്രാ വരും അല്ലെ. അത് ആ പദ്ധതികള് അല്ലാത്ത ചെറിയ സ്ഥലങ്ങള്, ചില പഞ്ചായത്തിന്, അങ്ങനെയൊക്കെ പേരല്ലേ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു മിക്സഡ് കറണ്ട് അഫയേഴ്സ് 2023ലെയും 2024ലെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ അതൊരു പ്ലേലിസ്റ്റ് ആയിട്ട് ഇടുന്നതായിരിക്കും. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതൊരു 2023 മാർച്ച്, ഏപ്രിൽ ആ മാസങ്ങളിലെ അതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു ജനുവരി മുതൽ ഒരു വീഡിയോ കൂടെ ഉണ്ടാവും. അതെല്ലാം കൂടി നിങ്ങളൊന്ന് കണ്ടു നോക്കുക കേട്ടോ. ഒന്നാമത്തത്, രക്തജന്യ രോഗങ്ങളായ ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ തുടങ്ങിയ രോഗങ്ങൾക്ക് സമഗ്ര ചികിത്സ ഉറപ്പാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ആശാധാര. എന്താണ്? ആശാധാര എന്നാണ് കേട്ടോ. രക്തജന്യ രോഗമായ ഹീമോഫീലിയ, അരിവാൾ രോഗം, സിക്കിൾ സെൽ അനീമിയ, അതിനെയാണ് അരിവാൾ രോഗം എന്ന് പറയുന്നത്. തലാസീമിയ തുടങ്ങിയ രോഗങ്ങൾക്ക് സമഗ്ര ചികിത്സ ഉറപ്പാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് എന്ത്? ആശാധാര എന്ന് പറയുന്നത്. അതുപോലെ മാലിന്യ സംസ്കരണ മേഖലയിലെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിനായി കേരള സഹകരണ വകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതെന്ന് ചോദിച്ചാൽ ഈ നാടാണ് കേട്ടോ. ഒന്നുകിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ എഴുതി വെക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്ത് പഠിക്കുക കേട്ടോ. അടുത്തത്, കേരള സർക്കാർ മത്സ്യത്തൊഴിലാളികളുടെ യുവജനങ്ങൾക്കായി ആരംഭിക്കുന്ന തൊഴിലധിഷ്ഠിത പദ്ധതിയാണ് തൊഴിൽ തീരം എന്ന് പറയുന്നത്. മത്സ്യബന്ധനത്തിന്റെ ടോപ്പിക് പഠിപ്പിച്ചപ്പോൾ നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കേരള സർക്കാർ മത്സ്യത്തൊഴിലാളികളുടെ യുവജനങ്ങൾക്കായി ആരംഭിക്കുന്ന തൊഴിലധിഷ്ഠിത പദ്ധതിയാണ് എന്ത്? തൊഴിൽ തീരം എന്ന് പറയുന്നത്. അപ്പൊ ഇത് കുറച്ച് റാൻഡം മിസലേനിയസ് ആയിട്ടുള്ള പദ്ധതികളും കുറച്ച് കാര്യങ്ങളും ഒക്കെയാണ് ഈ മിക്സഡ് കറണ്ട് അഫയേഴ്സിൽ വരുന്നത്. ഓക്കെയാണ്. അടുത്ത ചോദ്യം നോക്കാം. സംസ്ഥാനത്തെ അങ്കണവാടികളെ ഊർജ്ജ സ്വയം പര്യാപ്തമാക്കാൻ ആരംഭിക്കുന്ന പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ അങ്കൺ ജ്യോതി. അങ്കൺവാടിയിൽ തന്നെ ഈ ഒരു അങ്കൺ എന്നൊരു വാക്കുണ്ടല്ലോ, അപ്പൊ അത് വെച്ചിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. സംസ്ഥാനത്തെ അങ്കണവാടികളെ ഊർജ്ജ സ്വയം പര്യാപ്തമാക്കാൻ ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? അങ്കൺ ജ്യോതി എന്നാണ്. അതുപോലെ വീടുകളിൽ സൗരോർജ്ജ വൈദ്യുതി പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാന സഹകരണ വകുപ്പിന്റെ കീഴിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് സൗരജ്യോതി. എന്താണ്? സൗരജ്യോതി. കേരളത്തിൽ കുപ്പിവെള്ളത്തിന്റെ ശുദ്ധത ഉറപ്പുവരുത്തുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരംഭിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ പ്യുവർ വാട്ടർ. ഓപ്പറേഷൻ പ്യുവർ വാട്ടർ അതിൽ നിന്ന് നമുക്ക് കിട്ടും. അതായത് കുപ്പിവെള്ളത്തിന്റെ ശുദ്ധത അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ പ്യുവർ വാട്ടർ അങ്ങനെ ഓർത്തു വയ്ക്കുക കേട്ടോ. അടുത്ത, ആഭ്യന്തര യുദ്ധം രൂക്ഷമായ സുഡാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദൗത്യത്തിന്റെ പേരാണ് എന്താ? ഓപ്പറേഷൻ കാവേരി. ഏതാണ്? ഓപ്പറേഷൻ കാവേരി. അടുത്ത്, അന്തരീക്ഷത്തിൽ അളവിൽ കൂടുതലുള്ള മാരകവാതകങ്ങളെ ചെറുക്കുന്നതിനും ഹരിതഗ്രഹ വാതകങ്ങൾ പരിമിതപ്പെടുത്തുന്നതിനുമായി കേരള സർക്കാർ അവതരിപ്പിക്കുന്ന പദ്ധതിയാണ് നെറ്റ് സീറോ എമിഷൻ. ഓക്കെ, നെറ്റ് സീറോ എമിഷൻ എന്നാണ് പദ്ധതിയുടെ പേര്. അടുത്തത്, വനാന്തരങ്ങളിൽ താമസിക്കുന്ന ആദിവാസി ഇതര കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനായി സർക്കാരിന്റെ പദ്ധതി ഏതാണെന്ന് ചോദിച്ചാല് നവകിരണം എന്നാണ്. നവകിരണം. ഒരുപാട് പദ്ധതികളുണ്ട്. എല്ലാത്തിന്റെയും പേര് മാറിപ്പോടെ. ഒന്ന് ജസ്റ്റ് എല്ലാ പദ്ധതികളും ഒന്ന് എഴുതി വെച്ച് പഠിച്ചാലും നന്നായിരിക്കും കേട്ടോ. അടുത്ത, 2023 സന്തോഷ് ട്രോഫി ജേതാക്കൾ ആരാണ്? കർണാടകയാണ്. 2023 സന്തോഷ് ട്രോഫി ജേതാക്കള് കർണാടകയാണ് കേട്ടോ. അടുത്ത്, ഡോക്ടർ BR അംബേദ്കറിന്റെ 125 അടി ഉയരമുള്ള വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്ത സംസ്ഥാനം എന്ന് വെച്ചാൽ തെലങ്കാനയാണ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അംബേദ്കറിന്റെ 125 അടി ഉയരമുള്ള വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്ത സംസ്ഥാനം എവിടെയാണെന്ന് വെച്ചാൽ തെലങ്കാനയാണ്.
2023 ലോക ഭൗമദിന പ്രമേയം എന്താണ് എന്ന് ചോദിച്ചാല് ഇൻവെസ്റ്റ് ഇൻ യുവർ പ്ലാനറ്റ് എന്നാണ്. എന്താണ് ഇൻവെസ്റ്റ് ഇൻ യുവർ പ്ലാനറ്റ്? 2024 പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്സ് എന്നാണ്. അപ്പൊ ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളും പ്രമേയങ്ങളും സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് കാണുക. ലോക ബാങ്കിന്റെ 2023 ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സംസ്ഥാനം 38ആണ്. ലോക ബാങ്കിന്റെ ആണ് കേട്ടോ. അല്ലാത്ത ഇൻഡെക്സുകളൊക്കെ വേറെ ഉണ്ട്, അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ജലസുരക്ഷയും സംരക്ഷണവും മുൻനിർത്തി ജലസ്രോതസ്സുകളുടെ വീണ്ടെടുപ്പിനായി ഹരിത കേരള മിഷന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഇനി ഞാൻ ഒഴുകട്ടെ. അത് നോവലിന്റെ പേര് പോലെയൊക്കെ ഉണ്ട്, അത് ശ്രദ്ധിച്ച് ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത മെയ്ഡ് ഇൻ ഇന്ത്യ 75 ഇയർ ഓഫ് ബിസിനസ് ആൻഡ് എന്റർപ്രൈസ് എന്ന പുസ്തകം രചിച്ചതാണ് വെച്ചാൽ അമിതാഭ് കാന്ത് ആണ്. ആരാണ്? അമിതാഭ് കാന്ത് ആണ്. രാജ്യത്തെ AI സർവകലാശാല എവിടെയാണ് നിലവിൽ വന്നത്? മഹാരാഷ്ട്രയിലാണ് രാജ്യത്തെ ആദ്യത്തെ AI സർവകലാശാല നിലവിൽ വന്നത്. അടുത്ത ദരിദ്ര ദുർബല ജനവിഭാഗങ്ങൾക്ക് നേരിട്ട് റേഷൻ സാധനങ്ങൾ എത്തിക്കുന്ന പദ്ധതിയുടെ പേരാണ് ഒപ്പം. ഇതിൽ ഒരുപാട് പദ്ധതികൾ ഉണ്ട് കേട്ടോ. 2022-23 സാമ്പത്തിക വർഷം ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായിരുന്നു ആരായിരുന്നു? അമേരിക്കയായിരുന്നു കേട്ടോ. 2022-23 വർഷത്തിലാണ് കേട്ടോ. കേരള സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷനാണ് ആര്? M ഷാജറാണ്. അതുപോലെ തന്നെ 2023 ഫിഫ അണ്ടർ 20 ലോകകപ്പ് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? അർജന്റീനയാണ്. ഓക്കെ. ഐക്യരാഷ്ട്ര സംഘടനയുടെ പുതിയ കണക്ക് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാണെന്ന് വെച്ചാല് ഇന്ത്യയാണ്. അപ്പോ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ആരുടെ? ഐക്യരാഷ്ട്ര സംഘടനയുടെ പുതിയ കണക്ക് പ്രകാരം. അടുത്ത അതിഥി തൊഴിലാളികളുടെ ആരോഗ്യവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാന തൊഴിൽ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ആവാസ്. അതിഥി തൊഴിലാളികളുടെ ആരോഗ്യവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതായിട്ടാണ് ആവാസ്. ഇന്നലെ നമ്മൾ പഠിച്ചു, അവരുടെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അനന്യ മലയാളം പറഞ്ഞായിരുന്നു. കേരളത്തിലെ ആദ്യ ക്യാമ്പസ് വ്യവസായ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? തൊടുപുഴയാണ് കേട്ടോ. അടുത്ത രാജ്യത്ത് ആദ്യമായി ശബ്ദരഹിത AC വൈദ്യുത ബോട്ടുകൾ ഉൾപ്പെടുന്ന ജലഗതാഗത സംവിധാനം 2003 ഏപ്രിൽ സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? കൊച്ചിയിലാണ് കേട്ടോ. പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകുമ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ മൃഗശാലയായി മാറുന്ന പുത്തൂർ സുവോളജിക്കൽ പാർക്ക് എവിടെയാണ്? തൃശ്ശൂരിലാണ് കേട്ടോ. അതായത് പൂർണ്ണമായിട്ടും പ്രവർത്തന സജ്ജമായിട്ടില്ല, ആവുമ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ മൃഗശാലയായി മാറുന്നത് ഏതാണ്? പുത്തൂർ സുവോളജിക്കൽ പാർക്കാണ്. എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. അടുത്ത തോന്നക്കൽ ലൈഫ് സയൻസ് പാർക്കിന്റെ CEO ആയി നിയമിതനായ ഡോക്ടർ സതീഷ് ചന്ദ്രയാണ്. 2023 ഏപ്രിലിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സഞ്ചരിച്ച ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനമാണ് സുഖോയ് 30 MKI. സുഖോയ് 30 MKI എന്നാണ് പേര്. അടുത്ത ചോദ്യം ഉപഭോക്താക്കളുടെ അപേക്ഷയുമായി ബന്ധപ്പെട്ട് പ്രക്രിയകൾ ലളിതമാക്കുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനുമായി ഭാരതീയ റിസർവ് ബാങ്ക് ആരംഭിക്കുന്ന കേന്ദ്രീകൃത പോർട്ടലിന്റെ പേരാണ് പ്രവാഹ. RBIയുടെ ഒരു പോർട്ടലാണ് എന്ത്? പ്രവാഹ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഉപഭോക്താക്കളുടെ അപേക്ഷയുമായി ബന്ധപ്പെട്ട പ്രക്രിയകൾ ലളിതമാക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു പോർട്ടലാണ് എന്ത്? പ്രവാഹ. RBIയുടെ പോർട്ടല് പ്രവാഹ. അങ്ങനെ ഓർത്തിരിക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻ ഉള്ളത് കൊണ്ടാണ് വേഗത്തിൽ പറഞ്ഞു പോകുന്നത് കേട്ടോ. അടുത്തിടെ ഗവേഷകർ ഇന്ത്യയിൽ കണ്ടെത്തിയ ഹെക്സോസെൻട്രസ് കാസിയൻസിസ്, ഹെക്സോട്രെൻഡ്രസ് അശോക എന്നിവ ഏത് ജീവിയുടെ പുതിയ ഇനങ്ങളാണ്? പുൽച്ചാടിയാണ്. ചിലപ്പോ ഇപ്പൊ ചോദിക്കാറുണ്ട് പുതിയ ഇനം കണ്ടെത്തിയത് എവിടെ, ഏത് സംസ്ഥാനത്താണ് ഇങ്ങനത്തെ പുതിയ ഇനങ്ങൾ കണ്ടെത്തിയത്? ജീവികളായാലും സസ്യങ്ങളായാലും ചോദിക്കാറുണ്ട്. അപ്പൊ ഇപ്പൊ പുൽച്ചാടിയുടെ കുറച്ച് പേരുകളാണ് പറഞ്ഞിട്ടുള്ളത്, അത് പുതിയ ഇനങ്ങളാണ്. അത് ഏതിന്റെയാണെന്ന് ചോദിച്ചാൽ പുൽച്ചാടിയുടെയാണ് കേട്ടോ. അടുത്ത് വിക്ഷേപണത്തറയിൽ എത്തിക്കാതെ ഘടകങ്ങൾ വേഗത്തിൽ കൂട്ടിയോജിപ്പിക്കാനുള്ള സംവിധാനമായ PSLV ഇന്റഗ്രേഷൻ ഫെസിലിറ്റി ഉപയോഗപ്പെടുത്തി ISRO വിക്ഷേപിക്കുന്ന ആദ്യ റോക്കറ്റാണ് PSLV C-55 എന്ന് പറയുന്നത്. നമുക്കിപ്പോ ISROയും ബന്ധപ്പെട്ടിട്ട് കറണ്ട് അഫയേഴ്സ് കൂടുതൽ ചോദിക്കുന്നത് ചന്ദ്രയാനും ഗഗൻയാൻ അങ്ങനെയുള്ളതാണ്, നമുക്കറിയാം. ഇപ്പോ കുറച്ച് ദിവസമായിട്ട്, അതായത് കഴിഞ്ഞ എക്സാംസിന് എല്ലാം ചോദിക്കുന്നതാണ് ചന്ദ്രയാൻ, മംഗൾയാൻ. അത് അപ്പൊ ഇതുകൂടെ നോക്കി വെച്ചേക്കുക, ചോദിക്കാൻ പറ്റിയൊരു കറണ്ട് അഫയേഴ്സ് ആണ്. അടുത്ത വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളിൽ ജീവസാന്നിധ്യത്തിന് അനുകൂലമായ സാഹചര്യം ഉണ്ടോ എന്ന് പഠിക്കുന്നതിന് വേണ്ടി ജൂസ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച ബഹിരാകാശ ഏജൻസിയാണ് യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയാണ് കേട്ടോ. ഇന്ത്യയിലെ എത്രാമത്തെ വന്ദേ ഭാരത് ട്രെയിനാണ് കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് സർവീസ് ആരംഭിച്ച 15ാമത്തെ വന്ദേ ഭാരത് ആണ് ട്രിവാൻഡ്രം ടു കാസർഗോഡ് സർവീസ് ആരംഭിച്ചത്. അടുത്തത്
കേരള റൂറൽ വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്റേഷൻ ഏജൻസി വഴി നടപ്പിലാക്കുന്ന ജലനിധി പദ്ധതിയിലെ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായി വിജിലൻസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഡെൽറ്റ. കേരള റൂറൽ വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്റേഷൻ ഏജൻസി വഴി നടപ്പിലാക്കുന്ന ഏത് പദ്ധതി? ജലനിധി പദ്ധതിയിലെ ക്രമക്കേടുകൾ കണ്ടുപിടിക്കാനുള്ള ഒരു ഓപ്പറേഷനാണ് എന്ത്? ഓപ്പറേഷൻ ഡെൽറ്റ എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത്, ഇന്ത്യൻ എയർഫോഴ്സും US എയർഫോഴ്സും തമ്മിൽ, ഇന്ത്യയും US ആണ്, ഇന്ത്യയും US തമ്മിലുള്ള ഉഭയകക്ഷി വ്യോമാഭ്യാസമായ കോപ്പ് ഇന്ത്യന്റെ വേദി, കോപ്പ് ഇന്ത്യ 2023 വേദിയാണ് പശ്ചിമ ബംഗാൾ അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാൾ. ഓക്കെ. അടുത്തത്, സംസ്ഥാനത്തെ ആദ്യ സോളാർ വിൻഡ് മൈക്രോ ഗ്രിഡ് പദ്ധതിയിലെ മുഴുവൻ സമയവും സൗജന്യ വൈദ്യുതി ലഭ്യമാകുന്ന ആദിവാസി ഊരാണ് ചോദിച്ചിരുന്നത്. താഴെത്തൊടുക്കി എന്നാണ്. താഴെത്തൊടുക്കി. കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിന്റെ സർവേ പ്രകാരം ഇന്ത്യയിൽ ഡിജിറ്റൽ നൈപുണ്യത്തിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? കേരളമാണ്. എന്താണ്? അതായത് ഡിജിറ്റൽ കാര്യങ്ങളിൽ ഏറ്റവും നന്നായിട്ടുള്ള നൈപുണ്യമുള്ള സംസ്ഥാനം ഏതെന്ന് വെച്ചാൽ കേരളമാണ്. ഓക്കെയാണ്. കേന്ദ്ര ഊർജ മന്ത്രാലയത്തിന്റെ ഊർജകാര്യക്ഷമതാ സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള ആരാണ്? കർണാടകയാണ് കേട്ടോ. അടുത്തത്, CV കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് വെച്ചാൽ പെരുമ്പടവം ശ്രീധരനാണ്. പെരുമ്പടവം ശ്രീധരൻ. അടുത്ത, 2023 ഏപ്രിൽ ദേശീയ പദവി ലഭിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. ദേശീയ പദവിയാണ് കേട്ടോ. 2023 ഏപ്രിൽ. എത്ര വർഷം കൂടുമ്പോഴാണ് ഇന്ത്യ ഗവൺമെന്റ് ദേശീയ കടുവ സെൻസസ് നടത്തുന്നത്? 4 വർഷം. 4 വർഷം കൂടുമ്പോഴാണ് കടുവ സെൻസസ് നടത്തുന്നത്. അടുത്ത, തിരഞ്ഞെടുത്ത 1000 സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ 1 ലക്ഷം കോടി വിറ്റുവരവിലേക്ക് ഉയർത്താൻ ലക്ഷ്യമിട്ട് കേരള വ്യവസായ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മിഷൻ 1000. അത് 1000 തന്നെ ഉണ്ട്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. അടുത്ത, എന്താണ്? തിരഞ്ഞെടുത്ത 1000 സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ 1 ലക്ഷം കോടി വിറ്റുവരവിലേക്ക് ഉയർത്താൻ ലക്ഷ്യമിട്ടുണ്ടാക്കിയ ഒരു പദ്ധതിയാണ് എന്ത്? മിഷൻ 1000 എന്ന് പറയുന്നത്. 2023 അന്താരാഷ്ട്ര സ്റ്റാറ്റിസ്റ്റിക്സ് പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശനാണ് CR റാവു എന്ന് പറയുന്നത്. അതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഷയിലുള്ള ആദ്യ പതിപ്പാണ് 2023 ഏപ്രിൽ മാസം പുറത്തിറക്കിയത്? ഡോഗ്രി. ഡോഗ്രി എന്ന് പറഞ്ഞാല് ജമ്മു ആൻഡ് കാശ്മീരിലെ ഒരു ഭാഷയാണ് കേട്ടോ, ഒരു പ്രാദേശിക ഭാഷയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഷയിലുള്ള ആദ്യ പതിപ്പാണ് പുറത്തിറക്കിയതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡോഗ്രി ഭാഷയാണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ സമ്പൂർണ്ണ സോഷ്യൽ ഓഡിറ്റിംഗ് പൂർത്തീകരിച്ച സംസ്ഥാനം, ആദ്യ സംസ്ഥാനമാണ് കേരളം. ഏതിലാണ്? ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടല്ലോ, അതില് സമ്പൂർണ്ണ സോഷ്യൽ ഓഡിറ്റിംഗ് പൂർത്തിയാക്കിയ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഏത് നവോത്ഥാന നായകന്റെ മഹാസമാധി ശതാബ്ദി ആഘോഷമാണ് മഹാഗുരുവർഷം 2024 എന്ന് പറഞ്ഞ ആഘോഷം? ചട്ടമ്പി സ്വാമികളുടെയാണ് കേട്ടോ. അപ്പൊ നവോത്ഥാനത്തിന്റെ ഇതില് പാർട്ടില് നമുക്ക് കറണ്ട് അഫയേഴ്സ് ആയിട്ട് ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത, ദേശീയ പഞ്ചായത്ത് അവാർഡിൽ മികച്ച ശിശു സൗഹൃദ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് ചെറുതന പഞ്ചായത്താണ് കേട്ടോ. കേന്ദ്ര ഊർജ മന്ത്രാലയം രാജ്യത്തെ 205 താപവൈദ്യുത നിലയങ്ങളിൽ നിന്നും മികച്ചതായി തിരഞ്ഞെടുത്ത ബക്രീശ്വർ താപവൈദ്യുത നിലയം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് വെച്ചാൽ പശ്ചിമ ബംഗാളാണ് കേട്ടോ. ഇത് ഇങ്ങനത്തെ ആണവ നിലയം, താപനിലയം, വൈദ്യുത നിലയം, അതിന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ കാണുന്നതാണ്, പല പല ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ ഇത് ഓർത്തിരിക്കുക, അത് കറണ്ട് അഫയേഴ്സ് കൂടെ ആയതുകൊണ്ട് ഇത് ഓർത്തിരിക്കുക. കേന്ദ്ര ഊർജ മന്ത്രാലയം രാജ്യത്തെ 205 താപവൈദ്യുത നിലയങ്ങളിൽ നിന്ന് മികച്ചതായി തിരഞ്ഞെടുക്കപ്പെട്ട ബക്രീശ്വർ താപവൈദ്യുത നിലയം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചാല് പശ്ചിമ ബംഗാളാണ്. അടുത്ത ചോദ്യം, ഗഗൻയാൻ പദ്ധതിയുടെ വിക്ഷേപണ വാഹനത്തിന്റെ എഞ്ചിൻ എന്നാണ്? എഞ്ചിൻ L-110G വികാസ് എന്നാണ് കേട്ടോ. പദ്ധതിയുടെ വിക്ഷേപണ വാഹനത്തിന്റെ എഞ്ചിന്റെ പേര് L-110G വികാസ് എന്നാണ്. അടുത്ത, RBIയുടെ കണക്ക് പ്രകാരം 2023-24 സാമ്പത്തിക വർഷം ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപാദനം എത്ര ശതമാനത്തെ വളർച്ചയാണ് നേടുക എന്നാണ് RBI പറഞ്ഞിരുന്നതെന്ന് വെച്ചാല് 6.5% ആണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ 5G ഇനേബിൾസ് ലൈവ് ആംബുലൻസ് നിലവിൽ വന്ന സംസ്ഥാനം എവിടെന്ന് വെച്ചാല് കേരളമാണ്. അതുപോലെ നാറ്റോ സൈനിക സഖ്യത്തിലെ 31ാമത് അംഗരാജ്യം ഏതാണ്? ഫിൻലാൻഡ് ആണ്. നാറ്റോ സ്ഥിരം ചോദിക്കുന്നുണ്ട് ഇപ്പൊ, അപ്പൊ അത് ഓർത്തു വെച്ചേക്കാം. ഇന്ത്യ ശ്രീലങ്ക ഉഭയകക്ഷി സമുദ്രാഭ്യാസമായ സ്ലിനെക്സ് എന്നാണ്. സ്ലിനെക്സ് ഇങ്ങനെയാണ് എഴുതാം, SLI. സ്ലിനെക്സ് 2023 വേദി എവിടെയാണെന്ന് വെച്ചാൽ കൊളംബോയാണ്.
കൊളംബോ. അടുത്ത 2023 ഏപ്രിൽ സമ്പൂർണ്ണ ഇ സ്റ്റാമ്പിംഗിലേക്ക് മാറിയ ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ കേരളമാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പിയർ ബ്രിഡ്ജ് നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ മണിപ്പൂരാണ് കേട്ടോ. അടുത്ത തുടർച്ചയായി 6 തവണ സ്പാർക്ക് പുരസ്കാരം നേടുന്ന ഏക സംസ്ഥാനമാണ് ആര്? കേരളം എന്ന് പറയുന്നത്. അടുത്തൊരു GI ടാഗ് ആണ്. GI ടാഗ് എന്ന് പറഞ്ഞാൽ ഭൗമ സൂചിക പദവി നമ്മൾ ഓരോ ഭക്ഷ്യോൽപാദനത്തിനും കൊടുക്കാറുണ്ട്. അങ്ങനെ 2023 ഏപ്രിലിൽ കിട്ടിയത് ഏത് ഭക്ഷ്യോൽപാദനത്തിനാണെന്ന് ചോദിച്ചാൽ ഊട്ടി വർക്കി എന്ന് പറഞ്ഞൊരു ഉൽപ്പന്നത്തിനാണ് ഭൗമ പദവി അല്ലെങ്കിൽ GI ടാഗ് കിട്ടിയത്. 2023 ആബേൽ പുരസ്കാര ജേതാവ് ലൂയിസ് കഫറലി എന്നാണ് പേര്. അടുത്ത സ്ത്രീകളുടെ സ്വയം രക്ഷയ്ക്കും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുമായി ആരംഭിച്ച പദ്ധതിയാണ് ധീരം. പേരിൽ നിന്ന് നമുക്ക് കിട്ടും കേട്ടോ, ധീരം. അടുത്ത 2023 തമിഴ്നാട്ടിൽ നിലവിൽ വന്ന 18ാമത് വന്യജീവി സങ്കേതമാണ് തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം. എന്താണ് തന്തൈ പെരിയാർ വന്യജീവി സങ്കേതമാണ്. എത്രാമത്തെ? 18ാമത് വന്യജീവി സങ്കേതമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയമാണ് ബിർസ മുണ്ട ഹോക്കി സ്റ്റേഡിയം. എവിടെയാണ്? ഒഡീഷയിലാണ് കേട്ടോ. ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം എവിടെയാണ്? ബിർസ മുണ്ട ഹോക്കി സ്റ്റേഡിയം ഒഡീഷയിലാണ്. അതുപോലെ ഇന്ത്യ UK സംയുക്ത നാവിക അഭ്യാസം ഏതാണ്? പേരെന്താണ്? കൊങ്കൺ 2023. ഇന്ത്യയുടെ മില്ലറ്റ് മാൻ എന്നറിയപ്പെടുന്നത് ആരാണെന്ന് വെച്ചാൽ PV സതീഷാണ്. PV സതീഷാണ് ആര്? ഇന്ത്യയുടെ മില്ലറ്റ് മാൻ എന്നറിയപ്പെടുന്നത്. കിടപ്പ് രോഗികൾക്ക് റേഷൻ സാധനങ്ങൾ ഓട്ടോറിക്ഷയിൽ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ഒപ്പം. കഥകളി ഗ്രാമം എന്ന പേരുമാറ്റത്തിന് കേന്ദ്ര സർക്കാർ അംഗീകാരം ലഭിച്ച അയിരൂർ ഗ്രാമപഞ്ചായത്ത് ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ലയിലെ അയിരൂർ ഗ്രാമപഞ്ചായത്തിനാണ് എന്ത് പേരുമാറ്റം? കഥകളി ഗ്രാമം എന്ന പേരുമാറ്റത്തിന് കേന്ദ്ര സർക്കാർ അംഗീകാരം കൊടുത്തത്. അതെവിടെയാണ്? അയിരൂർ പഞ്ചായത്താണ്. ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട ജില്ലയിലാണ്. പൂർണ്ണമായും ശ്രീലിംഗത്തിൽ തയ്യാറാക്കിയ ആദ്യ ബിൽ പാസാക്കിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. പൂർണ്ണമായും ശ്രീലിംഗത്തിൽ തയ്യാറാക്കിയ ആദ്യ ബിൽ പാസാക്കിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ കേരളമാണ് കേട്ടോ. 4 മുതൽ 18 വയസ്സ് പ്രായപരിധിയിലുള്ള കുട്ടികളുടെ പാഠ്യേതര കലാ സാംസ്കാരിക ശാസ്ത്ര മേഖലകളിലെ താല്പര്യം വളർത്താൻ സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് എന്ത്? ബാലകേരളം. ഏതാണ്? ബാലകേരളം. അടുത്ത ചോദ്യം, നോൺ ജുഡീഷ്യൽ ആവശ്യങ്ങൾക്കുള്ള എല്ലാ ഡിനോമിനേഷനിലുമുള്ള മുദ്രപത്രങ്ങൾക്കായുള്ള ഇ സ്റ്റാമ്പിംഗ് എന്ന് മുതലാണ് കേരളത്തിൽ വരുന്നതെന്ന് വെച്ചാൽ 2023 ഏപ്രിൽ 1 മുതലാണ് കേരളത്തിൽ വന്നത്. വന്നത്. നോൺ ജുഡീഷ്യൽ ആവശ്യങ്ങൾക്കുള്ള എല്ലാ ഡിനോമിനേഷനിലുള്ള മുദ്രപത്രങ്ങൾക്കായുള്ള ഇ സ്റ്റാമ്പിംഗ് എന്ന് മുതലാണ് കേരളത്തിൽ വന്നത് വെച്ചാൽ 2023 ഏപ്രിൽ 1 മുതലാണ് കേട്ടോ. മലിനീകരണവും കയ്യേറ്റ ശോഷണവും നേരിടുന്ന നദികളുടെ പുനരുജ്ജീവനത്തിനും സംരക്ഷണത്തിനുമായി കേന്ദ്ര ജൽശക്തി മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ ഒരു നദിയാണ് ഏത്? പെരിയാർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? മലിനീകരണം ശോഷണമൊക്കെ സംഭവിച്ചിട്ട് അപ്പൊ എന്താണ് അത് നന്നാക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര ജൽശക്തി മന്ത്രാലയം ഒരു പദ്ധതി ഉണ്ട്. ആ പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ നദി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പെരിയാറാണ് കേട്ടോ. സംസ്ഥാനത്തെ മുഴുവൻ ആളുകൾക്കും ഡിജിറ്റൽ സാക്ഷരത ലഭ്യമാക്കുന്നതിനായി സംസ്ഥാന സാക്ഷരതാ മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് ആരംഭിക്കുന്ന പദ്ധതിയാണ് ഈ മുറ്റം. ഇ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് എന്താണ്? ഡിജിറ്റലി ബന്ധപ്പെട്ടതാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ മുറ്റം എന്തിനാണ്? ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഈ മുറ്റം എന്ന് പറയുന്നത്. ഓരോ വീട്ടിലും ഒരാളെയെങ്കിലും റവന്യൂ വകുപ്പിന്റെ സേവനങ്ങൾ ഡിജിറ്റൽ മാർഗങ്ങളിലൂടെ നേരിടുന്നതിന് പ്രാപ്തരാക്കുന്നതിനായി കേരള റവന്യൂ വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് എന്ത്? റവന്യൂ ഇ സാക്ഷരത പദ്ധതി. അപ്പൊ നമുക്കറിയാം ഇപ്പൊ എല്ലാം നമ്മൾ എന്താണ്? ഓൺലൈൻ വഴിയാണ് ട്രാൻസാക്ഷൻസ് ആയാലും ബില്ലടക്കുന്നതായാലും അങ്ങനെ എല്ലാ സേവനങ്ങളും എന്ത് വേണമെങ്കിലും ബുക്ക് ചെയ്യണമെങ്കിലും നമുക്ക് സർട്ടിഫിക്കറ്റ്സ് വേണമെങ്കിൽ നമ്മൾ ആപ്പ് വഴിയും ഓൺലൈൻ വഴിയൊക്കെയാണ്. അപ്പൊ അത് ഒരാൾക്കെങ്കിലും കുടുംബത്തില് അതിന്റെ സാക്ഷരത നേടാൻ വേണ്ടിയിട്ട് പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് എന്ത്? റവന്യൂ ഇ സാക്ഷരത പദ്ധതി എന്ന് പറയുന്നത്. ഇന്ത്യ ഫ്രാൻസ് സംയുക്ത സൈനിക അഭ്യാസം ഫ്രഞ്ചെക്സ് 2023 വേദി തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ഹോട്ടൽ ശൃംഖലകളിലെ നികുതി വെട്ടിപ്പ് കണ്ടെത്തുന്നതിനായി സംസ്ഥാന GST വകുപ്പ് നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ മൂൺലൈറ്റ്. എന്തിനാണ്? നികുതി വെട്ടിപ്പ്, ഹോട്ടലുകളിലെ നികുതി വെട്ടിപ്പ് കണ്ടെത്താനായിട്ടുള്ള GST വകുപ്പ് നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ മൂൺലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ മിക്സഡ് കറണ്ട് അഫയേഴ്സ് വരുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, ബാക്കിയുള്ള ടോപ്പിക് കറണ്ട് അഫയേഴ്സ് നമ്മൾ ടോപ്പിക് ആയിട്ട് തന്നെ പഠിക്കുക. അതെല്ലാം വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ അതെല്ലാവരും കണ്ടുപോകുക. 10th പ്രിലിംസിന്
കറണ്ട് അഫയേഴ്സ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 20 മാർക്സ് അടുപ്പിച്ചാണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായി കാണും. ഞാനത് ആദ്യം മുതലേ പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നന്നായിട്ട് പഠിക്കുക. എല്ലാ ടോപ്പിക്കും സെപ്പറേറ്റ് തന്നെ പഠിച്ചു പോകുക. വെറുതെ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് വിട്ടിട്ട് പോയിട്ട് കാര്യമില്ല. ഒരു ടോപ്പിക്ക് പഠിക്കുക. ഇപ്പൊ ഒളിമ്പിക്സ് ആണെങ്കിൽ ഒളിമ്പിക്സ്, സ്പോർട്സ് ആണെങ്കിൽ സ്പോർട്സ്, SRO മിഷൻ, അങ്ങനെ പദ്ധതികൾ, അങ്ങനെ എല്ലാം കറക്റ്റ് ആയിട്ട് അങ്ങനെ എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇട്ടിട്ടുണ്ട് ചാനലിൽ. നിങ്ങൾ അത് കാണുക. മാത്രമല്ല നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം അപ്പൊ ഇങ്ങനത്തെ നോട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോകൾ എല്ലാ നോട്ടിഫിക്കേഷൻസ്, നിങ്ങളുടെ ലാസ്റ്റ് ഡേറ്റ്, അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അറിയാൻ പറ്റും. താങ്ക് യു ഓൾ ദ